ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ റോസ്റ്റ് നമ്മൾ പലതരത്തിലും ഉണ്ടാക്കാറുണ്ടല്ലേ. ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് എന്ന് മാത്രമല്ല, എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് അല്ലേ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചുണ്ടാക്കാവുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ റോസ്റ്റിൽ ചേർക്കാറുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാതെ നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു റോസ്റ്റാണിത്. ഇതൊന്നും ചേർക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ യാതൊരു കുറവില്ല കേട്ടോ. നമ്മൾ സവാള അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാധാരണ റോസ്റ്റ്, പിന്നെ ചെമ്മീൻ കറി, ചെമ്മീൻ ഫ്രൈ, ഇതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ് ഈ നാടൻ ചെമ്മീൻ റോസ്റ്റിന്. ഇത് നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയും ഇതുപോലെ സെമി ഗ്രേവി ടൈപ്പിലും അല്ലെങ്കിൽ നല്ല പോലെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ 1/4 കിലോ ചെമ്മീൻ വെച്ചിട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവാതിരിക്കാൻ ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പം നമുക്ക് വേഗം റെസിപ്പി നോക്കാം. ആദ്യം നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 4 തക്കാളി അരിഞ്ഞത് ചേർക്കാം. നാടൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കറിവേപ്പില മസ്റ്റാണ്. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളകാണ്. ഞാൻ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് കേട്ടോ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാനിതിൽ കുറച്ചധികം ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ റോസ്റ്റിന് നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. തക്കാളിയും പച്ചമുളകൊക്കെ പറ്റാവുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം. ഞാൻ 800 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ മുതൽ 1 കിലോ വരെയുള്ള ചെമ്മീനിലേക്ക് നിർബന്ധമായിട്ടും മീഡിയം സൈസുള്ള 4 തക്കാളി തന്നെ വേണം കേട്ടോ. ഈ റോസ്റ്റിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അത് നമ്മൾ ഈ ചേർക്കുന്ന തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അത്രയും നല്ലത്. എരിവും ഉപ്പൊക്കെ തക്കാളിയിൽ പുളിയായി ബാലൻസ് ആവുന്ന തരത്തിൽ ചേർക്കുക. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം തരി പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ വേവാനുള്ള വെള്ളമൊക്കെ തക്കാളിയിൽ നിന്നും ചെമ്മീനിൽ നിന്നൊക്കെ വന്നോളൂ. വെള്ളം തീരെ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെമ്മീൻ നന്നായി ഒന്ന് ചൂടായി തക്കാളിയിൽ നിന്നും ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങൂലേ, ആ ഒരു സമയം വരെ മാത്രം, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് വരെ തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കേണ്ടത്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം. ഞാൻ ഗ്രേവി പെട്ടെന്നൊന്ന് വറ്റി വരാനായിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ റോസ്റ്റിൽ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതിലെ വെള്ളം വറ്റിക്കുക. നന്നായി ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്തായാലും വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നാടൻ ഫ്ലേവറിലുള്ള റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ ചട്ടിയിൽ തലേദിവസത്തെ മീൻകറി കുറച്ച് ബാക്കിയുള്ളത് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയത്. ഈ റെസിപ്പി കുറേ മുന്നേ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനലിൽ തന്നെ ഒരു ഈസി ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അധികം ആരും കണ്ടിട്ടില്ല. അത്രയും നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് വീണ്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാൻ ചോറിലേക്ക് സാമ്പാറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കധികം ഗ്രേവി വേണം എന്നൊന്നുമില്ല, എന്നാൽ കൂടുതൽ ഡ്രൈ ആക്കുന്നുമില്ല. മസാല ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാവുന്ന തരത്തിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും പച്ചമുളകും നടുകീറിയതും കൂടെ ചേർത്ത് 1 മിനിറ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ കുഞ്ഞുമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്നല്ല, തീർച്ചയായും ഇഷ്ടപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ നിശക്കുഞ്ഞാക്കാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കുക തന്നെ വേണേ.
ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കാതെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുമല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.